2025 സീസൺ IPL ആദ്യ കളിയിൽ കിടിലൻ ജയം നേടി തുടങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കഴിഞ്ഞ ദിവസം തങ്ങളുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 7 വിക്കറ്റിനാണ് RCB തകർത്തത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത KKR നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 174 എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ RCB വെറും 16.2 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നു. ബാറ്റിംഗിൽ ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും നടത്തിയ വെടിക്കെട്ടാണ് RCBയുടെ ജയം അനായാസമാക്കിയത്. അതേസമയം കളിയിലെ പ്രധാന വഴിത്തിരിവായത് കൃണാൽ പാണ്ഡ്യയുടെ പ്രകടനമായിരുന്നു. 4 ഓവറുകളിൽ 29 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ വീഴ്ത്തിയ കൃണാലിന്റെ ബൗളിംഗ് ആണ് ഒരു ഘട്ടത്തിൽ ബാക്ക് ഫൂട്ടിലായ കളിയിൽ RCBയെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്നത്. സുനിൽ നരൈനും ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും ചേർന്ന് നൽകിയ വെടിക്കെട്ട് തുടക്കത്തിന്റെ ബലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മികച്ച സ്കോറിലേക്ക് കുതിക്കവെയാണ് കൃണാൽ അവരെ സമ്മർദ്ദത്തിലേക്ക് തള്ളിയിട്ടത്. അർദ്ധ സെഞ്ചുറി നേടി കുതിക്കുകയായിരുന്ന KKR നായകൻ അജിങ്ക്യ രഹാനെയുടെ വിക്കറ്റാണ് കൃണാൽ ആദ്യം വീഴ്ത്തിയത്. പിന്നാലെ വെങ്കടേഷ് അയ്യരെയും വീഴ്ത്തി അദ്ദേഹം KKRന് അടുത്ത പ്രഹരമേൽപ്പിച്ചു. 6 റൺസ് മാത്രമായിരുന്നു വെങ്കടേഷ് അയ്യരുടെ സമ്പാദ്യം. KKRന്റെ പ്രധാന ഫിനിഷർമാരിൽ ഒരാളായ റിങ്കു സിംഗ് ആയിരുന്നു കൃണാലിന്റെ അടുത്ത ഇര. ഈ 3 വിക്കറ്റുകൾ വീണതോടെ KKR ശരിക്കും പതറി. ഒരു ഘട്ടത്തിൽ അനായാസം 200 റൺസ് നേടുമെന്ന് തോന്നിപ്പിച്ച KKR പിന്നീട് കളിയിൽ ബാക്ക് ഫൂട്ടിലായി. കൃണാലിന്റെ സ്പെൽ കഴിഞ്ഞപ്പോഴാണ് കളി RCBയുടെ വരുതിയിലേക്ക് വന്നു കഴിഞ്ഞിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ IPL 2025 സീസണിൽ ആദ്യ കളിയിൽ RCBയുടെ പ്രധാന വിജയശില്പി കൃണാൽ തന്നെയാണ്. ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതും കൃണാൽ തന്നെ. മെഗാ താരലേലം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ സീസണ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രവുമല്ല, ഫ്രാഞ്ചൈസികൾ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് വിധി എഴുതുന്നതും ഗ്രൗണ്ടിലെ ഈ പ്രകടനം കണ്ടുകൊണ്ട് തന്നെയാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും പഴി കേൾക്കാറുള്ള RCBയുടെ ബോളിംഗ് പടയല്ല ഇപ്പോഴുള്ളത് എന്നതും ഫ്രാഞ്ചൈസിയുടെ തീരുമാനം തെറ്റിയില്ലെന്നും പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം RCBയുടെ ബൗളിംഗ് പട എറിഞ്ഞിട്ടത് നിസ്സാരക്കാരെയല്ല. ഇത്തവണത്തെ IPL മെഗാ ലേലത്തിൽ നിന്നായിരുന്നു കൃണാൽ പാണ്ഡ്യ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൽ എത്തിയത്. 5.75 കോടി രൂപയ്ക്കാണ് ഈ താരത്തെ RCB സ്വന്തമാക്കിയത്. ഈ നീക്കം വെറുതെ ആയില്ലെന്ന് ആദ്യ കളിയിൽ തന്നെ താരം തെളിയിക്കുകയും ചെയ്തു. അതേസമയം വിരാട് കോഹ്ലി 36 പന്തിൽ 59 റൺസ് നേടി പുറത്താവാതെ നിന്നു. ഫിൽ സാൾട്ട് 31 പന്തിൽ 56 റൺസ് നേടി. ക്യാപ്റ്റൻ രജിത് പാട്ടീദാർ 16 പന്തിൽ 34 റൺസ് നേടി. മാത്രവുമല്ല, മത്സരത്തിൽ വിരാട് കോഹ്ലി മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. താരത്തിന്റെ 400ാം T20 മത്സരമായിരുന്നു ഇത്. ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്ററാണ്. രോഹിത് ശർമ്മയും ദിനേശ് കാർത്തിക്കും മാത്രമാണ് ഇതിനു മുന്നിലുള്ളത്. രോഹിത് 448 മത്സരങ്ങളും കാർത്തിക് 412 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സഞ്ജുവിന്റെയും പടയാളികളുടെയും പോരാട്ടം. സൺറൈസേഴ്സ് ഹൈദരാബാദിന് എതിരെയാണ് റോയൽസിന്റെ മത്സരം.